കുര്യാക്കോസ് മാർ യോഹന്നാൻ തിരുമേനി, ജ്ഞാനായ സമുദായത്തിലെ വൈദിക മുത്തച്ഛൻ, എത്രയും ബഹുമാനപ്പെട്ട KC മാത്യൂസ് അച്ഛൻ, സഭയുടെ വിശ്വസ്തപുത്രൻ ബ്യൂറോ ഡാനിയൽ ബാബു പോൾ, ഡോക്ടർ D ബാബു പോൾ, ബഹുമാനപ്പെട്ട ജോസഫ് സാമുൽ അച്ഛൻ കറയിൽ, എബി സക്കറിയ അച്ഛൻ, നാനാൻ സാർ, കോശി സാർ, പ്രിയമുള്ള ഇടവക ജനങ്ങളെ, സഹോദര ഇടവകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ ഒരു യോഗം ഇവിടെ ക്രമീകരിക്കുന്നതിന് ഞാൻ കൂടി ഒരു നിമിത്തമായതിലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയത്തിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ സംബന്ധിക്കുവാൻ വന്നപ്പോൾ പള്ളിമുറിയിലിരിക്കുന്നതായ ബഹുമാനപ്പെട്ട KC മാത്യൂസ് അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുകയും അവിടുത്തെ ആ ഫോട്ടോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ അച്ഛൻ്റെ ജന്മദിനവും ഓർഡിനേഷൻ ഡേറ്റും ഒക്കെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്നതായ മേനാത്തോട്ടത്തിലെ ബിനുവിനെ, കുര്യൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്, ഗുരുവിനോട് പറഞ്ഞു, ഗുരു ഇതൊന്ന് നോക്കേ, അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ സപ്തതിയിലേക്ക് ഞാൻ ആദ്യം 60 വർഷങ്ങൾ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. കണക്കുകൾ ശരിയായി നോക്കിയപ്പോൾ 70 വർഷങ്ങൾ തുടങ്ങുകയായിരുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛനടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ ഈ കാര്യം അഭിനന്ദ ഗ്രിഗോറിയോസ് തിരുമേനിയുമായിട്ട് സംസാരിക്കുകയും തുടർന്ന് അനുഗ്രഹീതമായ ഈ നിമിഷങ്ങൾക്ക് സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം, നമുക്കെല്ലാവർക്കും സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ഇന്നേ ദിവസം ഇങ്ങനെയൊരു പ്രോഗ്രാം ക്രമീകരിക്കുകയും ചെയ്യാൻ സാധിച്ചതിൽ, അതിനൊരു നിമിത്തമായി തീരാൻ സാധിച്ചതിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ്സുകളെ നമിക്കുകയാണ്. ഇവിടെ അച്ഛനെക്കുറിച്ചുള്ളതായ ശ്രേഷ്ഠ വചസ്സുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും മറയപ്പെടാത്തതായ യാഥാർത്ഥ്യങ്ങളുമാണ്. ഈ അവസരത്തിൽ ജ്ഞാനായ സമുദായത്തിലെ വൈദിക മുത്തച്ഛന് കല്ലിശ്ശേരി മേഖലയിലെ വൈദിക കുടുംബയോഗത്തിൻ്റെ പേരിലും സമുദായത്തിലെ മുഴുവൻ വൈദികരുടെ പേരിലും പ്രത്യേകമായ അനുമോദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഈ യോഗത്തിൽ കടന്നു വരുവാനായിട്ട് പല വൈദികരും ആഗ്രഹിച്ചതാണ്. എന്നാൽ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഉച്ചകഴിഞ്ഞ മീറ്റിംഗിൽ വെച്ച് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും സംബന്ധിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഇത് രാവിലെ ക്രമീകരിക്കപ്പെടുമ്പോൾ അവരുടെ ഒരു പ്രതിനിധിയായി എന്നെ അയക്കുകയാണ് ചെയ്തത് എന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ജ്ഞാനായ സമുദായത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ബഹുമാനപ്പെട്ട AP ജോസഫ് ആഞ്ഞിലിമൂട്ടിലച്ഛൻ ആണ് എനിക്ക് പകരമായിട്ട് ഇന്ന് കുറ്റൂർ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. അച്ഛൻ ഇവിടെ വരുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മുൻ വികാരിയായിരുന്ന ജോസഫ് തേനാങ്കുഴിയിലച്ഛനും ഇവിടെ വരുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകമായ ആശംസകൾ ബഹുമാനപ്പെട്ട അച്ഛനെ അറിയിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട AP ജോസഫ് കോർപ്പിസ്കോപ്പ അച്ഛൻ്റെ പേരിലും അതുപോലെ തന്നെ ജോസഫ് തേനാങ്കുഴി അച്ഛൻ്റെ പേരിലുള്ളതായ അനുമോദനങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛനെ ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെക്കുറിച്ചുള്ളതായ എൻ്റെ നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നതായ സ്മരണയിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അതിന് വലിയ സാഹിത്യ മൂല്യമൊന്നും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ ചില യാഥാർത്ഥ്യങ്ങൾ പച്ചയായി അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ശ്രേഷ്ഠരായ പലരും ഇവിടെ സംസാരിക്കുവാനായിട്ടുണ്ടല്ലോ. ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ കടമുള്ള ദിവസങ്ങളിൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായി കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ കർത്തകുപ്പായം വിട്ട് മുറിയിൽ നിന്ന് മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടെ, എല്ലാവരും അങ്ങനെയാണ് എങ്കിലും പ്രാർത്ഥനയോടെ അച്ഛൻ മദ്ബഹായിലേക്ക് പ്രവേശിക്കും. ആ മദ്ബഹായിൽ നിന്ന് ഒരു നിശ്ചിത സമയം അച്ഛൻ പ്രാർത്ഥിക്കും. അതിനുശേഷമാണ് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് പലർക്കും കാണുവാൻ കഴിയാത്തതായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ദിവ്യമായ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഭക്ഷണം കഴിച്ചെങ്കിലായി, കഴിച്ചില്ലെങ്കിലായി, മക്കളുടെ കൂടെ പോകുവാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പായി കർത്തകുപ്പായൊക്കെ മാറിയിട്ട് അച്ഛൻ വീണ്ടും മദ്ബഹായിലേക്ക് പ്രവേശിക്കും. എത്ര സമയമാണ് നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയില്ല. അച്ഛനും ദൈവവുമായിട്ടുള്ളതായ ആ ബന്ധത്തിൻ്റെ ദൃഢത പ്രകടമാകുന്നതായ ഒരു യാഥാർത്ഥ്യമാണ് ആ സമയം എനിക്ക് ദൃശ്യമായിട്ടുള്ളത്. അച്ഛൻ്റെ ജീവിതത്തിലെ ഈ ആയുസ്സിനും തലമുറകളുടെ നന്മകൾക്കും മുഖാന്തരമായി തീർന്നിരിക്കുന്നത് ദൈവവുമായുള്ളതായ അച്ഛൻ്റെ ബന്ധമാണ്.
പിന്നെ ഇവാനോസ് തിരുമേനിയും ഗ്രിഗോറിയോസ് തിരുമേനിയും ഒക്കെ പറഞ്ഞതുപോലെ ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ തലമുറകൾക്ക് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജ്ഞാനായ സമുദായത്തിൻ്റെ വൈദിക മുത്തച്ഛനായിരിക്കുന്ന കെ സി മാത്യൂസ് അച്ഛന് എൻ്റെയും കുടുംബത്തിൻ്റെയും ജ്ഞാനായ സമുദായത്തിലെ കല്ലിശ്ശേരി മേഖലയിലെയും വൈദിക കുടുംബയോഗത്തിൻ്റെയും വൈദികരുടെയും പേരുള്ളതായ നന്മ നിറഞ്ഞതായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.